ഇത് പഴയ കാലമല്ല. ഇക്കാലത്ത് ജനകീയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുന്നതും വിജയിപ്പിക്കുന്നതും ജനസഞ്ചയങ്ങളാണ്. രാഷ്ട്രീയ പാർട്ടികളോ മുന്നണികളോ വിചാരിച്ചാൽ മാത്രമേ സമരങ്ങൾ വിജയിക്കൂ എന്ന കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെ എല്ലാ പ്രസ്ഥാനങ്ങളും ഉപേക്ഷിക്കേണ്ട കാലമായിരിക്കുന്നു. നന്ദിഗ്രാമം, സിംഗൂരുമെല്ലാം ചെറിയ തോതിൽ ആരംഭിച്ച കർഷക സമരങ്ങൾ തള്ളിക്കളഞ്ഞതിൻ്റെ ഫലമാണ് ബംഗാളിലുണ്ടായ CPMൻ്റെ തകർച്ച. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൊടുക്കേണ്ടി വന്ന വില എത്ര വലുതായിരുന്നു എന്ന് നമുക്കറിയാം. പ്ലാച്ചിമട സമരം, കൊക്കോക്കോളയ്ക്ക് എതിരെ ആരംഭിച്ച പ്ലാച്ചിമട സമരം മുട്ടുകുത്തിച്ചത് ലോക കുത്തകയായ കൊക്കോക്കോളയാണ്. ഒരു ഗ്രാമപഞ്ചായത്ത് ആദിവാസികൾ ആരംഭിച്ച സമരം അത് സുപ്രീം കോടതി വരെ എത്തുകയും അവസാന വിജയം അവർ കൈവരിക്കുകയും ചെയ്ത സമരമാണ് പ്ലാച്ചിമട. അപ്പോൾ ചെങ്കൂരിൽ നിന്ന് പ്ലാച്ചിമടയിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ ഒരു മാസത്തോളമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ന്യായമായ സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന സംസ്ഥാന സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന്, ജനജീവിതത്തിൽ നിന്ന് അവർ ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൻ്റെ പ്രതിനിധിയായ KV തോമസ്, മുൻ കേന്ദ്രമന്ത്രി, കോൺഗ്രസ് നേതാവായിരുന്ന KV തോമസിന് അദ്ദേഹത്തിൻ്റെ സ്വാധീനം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമെന്നതിൽ കവിഞ്ഞ് നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ച തികച്ചും അനൗദ്യോഗികമാണ്. കേരള ഹൗസിൽ രാവിലെ ഭക്ഷണം കഴിച്ച് സുഖവിവരങ്ങളെല്ലാം കൈമാറി ഗവർണറും മുഖ്യമന്ത്രിയും നിർമ്മലാ സീതാരാമനും പിരിഞ്ഞു എന്നല്ലാതെ ആ ചർച്ച കൊണ്ട് കേരളത്തിന് എന്ത് നേട്ടം? ആ ഘട്ടത്തിൽ പോലും ആശാ വർക്കർമാരുടെ ന്യായമായ അവകാശങ്ങളെക്കുറിച്ച്, അവരെ സമരത്തെക്കുറിച്ച്, അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ, രാജ്യസഭയിൽ ആരോഗ്യമന്ത്രി നദ്ദ ആശാപ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചെങ്കിലും മുഖ്യമന്ത്രിക്ക് ഒരു വാക്ക്, ഒരു വരി ആശാവർക്കർമാരെക്കുറിച്ച് ധനമന്ത്രിയുമായി സംസാരിക്കാമായിരുന്നു. ആശാവർക്കർമാർക്ക് കിട്ടാനുള്ള ഒരുപാട് പണം, 100 കോടിയോളം പണം കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല എന്ന് കേന്ദ്രവും തന്നിട്ടില്ല എന്ന് കേരളവും കൊടുത്തു കഴിഞ്ഞു എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമാണോ കേരളമാണോ കള്ളം പറയുന്നത്? അത് വെളിപ്പെടേണ്ട ഒരു അവസ്ഥയിലാണ്. എന്തായാലും നിയമസഭ വളഞ്ഞുകൊണ്ട് ഉള്ള സമരത്തിലേക്ക് ആശാവർക്കർമാർ കടക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ആനുകൂല്യം വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ ആവേശത്തിലാണ് സമരക്കാർ. ഈ ഘട്ടത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് പ്രശസ്തനായ കവി കടമ്മനിട്ട രാമകൃഷ്ണൻ എഴുതിയ ഒരു കവിതയാണ്. നമ്മുടെ മുൻ MP ആയിരുന്ന ഇളമരം കരീം ഈ സമരത്തെ, ആശാവർക്കർമാരുടെ സമരത്തെ ഈർക്കിൽ പാർട്ടികളുടെ സമരം എന്നെല്ലാം പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്നു. അപ്പോൾ ഐകമത്യം എന്ന പേരിൽ കടമ്മനിട്ട, അതും CPMൻ്റെ മുൻ MLA കൂടിയായിരുന്ന മഹാകവി കടമ്മനിട്ട എഴുതിയ ഐകമത്യം എന്ന കവിത ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഐകമത്യം മഹാബലം, മല പോലും മറിച്ചിടാം, പറയാം 2 പാഠങ്ങൾ, പരമാർത്ഥ പ്രകാശനം. പാഠം 1, ഉണക്കച്ചുള്ളി ഒന്നൊന്നായി ഒടിക്കാമേതു ബാലനും. ഉണക്കച്ചുള്ളി ഒന്നൊന്നായി ഒടിക്കാമേതു ബാലനും, ഒന്നിച്ചൊരു കെട്ടായാൽ ആനയ്ക്കും സാധ്യമായിട. അതിനാൽ ആദ്യം എല്ലാവരും ഉണക്കച്ചുള്ളിയാകുവിൻ. അത്തൽ വിട്ട് ഒരേ കെട്ടിൽ അമർന്നോർത്ത് കിടക്കുവിൻ. ഐകമത്യം മഹാബലം, മഹാവാക്യം മഹാത്ഭുതം. പാഠം 2, ഒറ്റയീർക്കിലൊരുമ്പെട്ടാൽ ഒരു ചൂല് ഉളവാകുമോ? ഒരു 100 ഈർക്കിൽ ഒന്നിച്ചാൽ ഒത്ത ചൂലായി ഭവിച്ചിടും. അതിനാൽ മർത്യരെ, നിങ്ങൾ ഒത്ത ചൂലായി മാറുവിൻ. ഐകമത്യം മഹാബലം, മല പോലും മറിച്ചിടാം.
കടമ്മനിട്ടിയുടെ ഐകമത്യം എന്ന് പറയുന്ന ഈ കവിത വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു കവിതയാണ്. കാരണം ഈർക്കൽ പാർട്ടി, ഈർക്കലുകൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ജനകീയ സമരത്തെ അധിക്ഷേപിക്കുമ്പോൾ അവർ ഒന്നിച്ചു നിന്നാൽ മല പോലും മറിച്ചിടാൻ അവർക്ക് കഴിയുമെന്നും അത്തരത്തിൽ ആശാവർക്കർമാരുടെ സമരം വളർന്നിരിക്കുന്നുവെന്നും തിരിച്ചറിയാനാണ് ഇടതു സർക്കാർ, പിണറായി സർക്കാർ തയ്യാറാകേണ്ടത്.